ഹായ് കൂട്ടുകാരി, നമ്മൾ ഒരുപാട് ദിവസമായില്ലേ കണ്ടിട്ട്. ഓരോ ദിവസവും ഇങ്ങനെ കണ്ടൻ്റ് ഇല്ലല്ലോ, അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം എന്ന് കരുതി ഇരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ടൻ്റൊന്നും നമ്മളങ്ങനെ എടുത്തു വയ്ക്കേണ്ട കാര്യമില്ലെങ്കിൽ വരും. കണ്ടൻ്റൊക്കെ ഓടി എത്തുന്നാ പിടിച്ചോ എന്നും പറഞ്ഞു. അങ്ങനെ നമുക്ക് കണ്ടൻ്റായിട്ട് അത് കൊള്ളാം, കുറേ മുമ്പേ ഉള്ള കണ്ടൻ്റൊക്കെ തന്നെയാണ്. അപ്പോൾ അത് മാത്രം ഫോക്കസ് ചെയ്ത് ഞാൻ പറഞ്ഞില്ല. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം തീരുമാനം എടുത്തിരിക്കുകയാണ്. കാരണം എൻ്റെ മോനെ ചൊല്ലിയാണല്ലോ ഈ കാണിക്കുന്നതെല്ലാം ആളുകൾ. അപ്പോൾ ഈ മോൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത്, എൻ്റെ മോനെ കാണുന്ന വിവരവും വിദ്യാഭ്യാസം ഇതുമായിട്ട് ബന്ധമില്ലെന്നാണ് ഈ വന്ന കാലത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ നല്ലതാവത്തില്ല. ആക്ടിങ്ങിലും നാടകം കാണിക്കാനും ഒക്കെ ഓക്കെയാണ്. അല്ലാതെ ഒരു മനുഷ്യൻ നല്ലതാവണമെങ്കിൽ അവർക്ക് പൊതു അറിവുകളും പൊതു ജ്ഞാനങ്ങളും അതൊക്കെ കുറവുള്ള മനുഷ്യരാണ് അറിവുകേടുകൾ കാണിക്കുന്നത്. ഇതെല്ലാം ഉള്ളവർ നന്നായിട്ട് അവർ ലക്ഷ്യസ്ഥാനത്തെത്തും. അപ്പം ഞാൻ പറയാൻ പോയിരുന്ന കാര്യം ലോങ് ആക്കാൻ പോകുന്നില്ല, എങ്കിലും ലോങ് വീഡിയോ ആയി പോകും കേട്ടോ, സോറി. അപ്പോൾ ഞാനൊന്നും എഴുതി വെച്ചിട്ടൊന്നും പറയുന്നില്ല, പെട്ടെന്നൊരു കണ്ടൻറ്റ് ഒന്നും അങ്ങ് പറയാം, അങ്ങനെ പറയുന്നല്ല, ഒന്നും എഴുതി വയ്ക്കത്തില്ല. ഒരു റിഹേഴ്സൽ പരിപാടിയില്ല, ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്യുന്ന പരിപാടിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞു ഒതുക്കാൻ ഞാൻ ശ്രമിക്കാം. ഒരുപാട് ലോങ് ആയിപ്പോകത്തില്ലെങ്കിലും ഒരുവിധം കുറച്ചൊന്ന് ആയിപ്പോത്തേ ഉള്ളേ, സഹകരിക്കുക. അപ്പോൾ എൻ്റെ മോനെന്ന് പറയുന്നത് ഒരു 3.5 വയസ്സുള്ളൊരു കൊച്ചു കുട്ടിയാണ്, ആൺകുട്ടിയാണ്. അപ്പോൾ ഇവൻ്റെ ശരീരം എന്ന് പറയുന്നത് അവൻ്റെ ആ തന്തയുടെ ആ ശരീരപ്രകൃതിയാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ, അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ അല്ലെങ്കിൽ കുടുംബക്കാരുടെ ആരെങ്കിലും കിട്ടും. അപ്പോൾ അവളുടെ ശരീരപ്രകൃതിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞ് അതെനിക്ക് കനവില്ലാതിരിക്കും. പിന്നെ അവൻ്റെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ അവനെ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഏതൊരു കുഞ്ഞായാലും മടുത്തു പോകും. അപ്പോൾ അവന് കഴിക്കാനുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. ഈ വന്ന ഫുഡെല്ലാം കൂടെ ഞാനാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ വീപ്പ കുറ്റിയാവുന്നതെന്നല്ലാതെ പ്രയോജനമൊന്നുമില്ല. ഇനി ഞാൻ വണ്ണം കുറയ്ക്കണമെങ്കിൽ ഞാൻ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങാണ്. അപ്പോൾ എൻ്റെ മോനെ കാണുമ്പോൾ അറിവ് കെട്ടവർ പറയാറുണ്ട്, കൊച്ചെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, കൊച്ചങ്ങ് ക്ഷീണിച്ച് ഓന്നിറങ്ങിപ്പോയി, ശോഷിച്ച് ചുളുക്കി പിന്നെ വല്ലതും പറയാനുണ്ടോ എന്തോ. ഈ മനുഷ്യരോടൊക്കെ ഞാനെന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കാര്യം നോക്കിയാൽ പോരെ. എൻ്റെ മകൻ്റെ കാര്യം എനിക്ക് നല്ലതുപോലെ ഒരു ആണായിട്ടും പെണ്ണായിട്ടും അമ്മയായിട്ടും അച്ഛനായിട്ടും എനിക്ക് നോക്കാൻ അറിയാവുന്നതുകൊണ്ട് അതിൽ എനിക്ക് 4-5 6 കണ്ണുകൾ എനിക്ക് അവൻ്റെ കൂട്ടത്തിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അവൻ്റെ വീഴ്ചകൾ എങ്ങോട്ടാണ് അവൻ്റെ എൻ്റെ ഒരു കൈ അവിടെ വെച്ചിരിക്കും. അവൻ വീഴുന്നത് എനിക്ക് നേരത്തെ കുട്ടി അറിയാം. അങ്ങനെ എനിക്ക് ബാക്കിലുമൊക്കെ കണ്ണുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അവൻ്റെ വീഴ്ചകൾ അവന് തന്നെ അറിയാം. ഞാനിങ്ങനെ വീഴുമ്പോൾ അമ്മ അയ്യോ എന്ന് വെക്കും, അല്ലെങ്കിൽ അമ്മ നോ എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കും. എനിക്കതിൻ്റെ ആ ലോജിക്കും ഹിസ്റ്ററിയെല്ലാം എനിക്കറിയാമെന്ന്, അതിൽ നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒച്ച വീഴത്തില്ലേ, പിടിച്ചുവിടായിരുന്നോ. ഞാൻ പറഞ്ഞ് പിടിക്കാതിരിക്കണം, അതാ എൻ്റെ കൈ അങ്ങോട്ടായിരിക്കുന്നത് നോക്ക്. ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. അതുപോലെ തന്നെ വാഹനങ്ങളിലായാലും എന്തായാലും വെൽ സപ്പോർട്ടായിട്ടാണ് അവനെ അത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. പക്ഷേ ഒരു കാര്യം, ആ ഒരു ഫാമിലിയെ ഞാൻ ഒന്നുമല്ല. ഒരു ഫാമിലി യൂട്യൂബ് ചെയ്യുന്നൊരു ഫാമിലിയാണ്. അവർ ഫുൾ ഫാമിലിയായിട്ട് കൊച്ചിനെ നോക്കുന്നതാണ്, അവരുടെ കുട്ടിയെ. അപ്പോൾ ആ കുട്ടി അവർ റീൽസൊക്കെ ചെയ്യുന്നു, അവർക്ക് സാമ്പത്തികം എന്തെങ്കിലും കിട്ടാനായിരിക്കും അവർ വീഡിയോ ചെയ്യുന്നത്. അപ്പം ആ ഒരു ഫാമിലി പോലും നല്ല രീതിയിൽ ആ കൊച്ചിനെ വളർത്തിക്കൊണ്ട് വരുന്നു, ശരി തന്നെയാണ്. എങ്കിലും അവർക്കും ഒരു കയ്യബദ്ധം പറ്റിയപ്പോൾ കുഞ്ഞുങ്ങളാകുമ്പോൾ പനി വരുമല്ലോ. അപ്പോൾ അവരുടെ കുട്ടിക്ക് 2-3 വട്ടം പനി വന്നപ്പം അവരടുത്ത് ചോദ്യം ചെയ്തെന്ന് പറഞ്ഞു, നിങ്ങൾ കുട്ടിയെ ശ്രദ്ധിക്കുന്നില്ലേ എന്ന്. അത് അവർക്ക് വലിയ വിഷമം ഉണ്ടാക്കിയിട്ട് അവർ നോട്ടായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം അവർക്ക് വന്നൊരു വലിയൊരു അപാകതയാണ് കുഞ്ഞിനെ പൊള്ളലേറ്റു. അപ്പോൾ ആൾക്കാരൊക്കെ അതും ഇതും പറഞ്ഞെന്ന്, കുഞ്ഞിനെ നോക്കുന്നില്ലേ കാണുന്നില്ലേ, അതും അവരൊരു വീഡിയോ ആയിട്ട് ചെയ്തു. അപ്പോൾ അത് ഒരു ഗ്രൂപ്പായിട്ട് നോക്കിയിട്ട് അവർക്ക് കയ്യബദ്ധം പറ്റിയത്. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് നോക്കുന്നത് കൊണ്ട് അത്രയേറെ കൺസേൺ എടുത്തിൽ തെങ്ങും മൂട്ടി കൊണ്ട് കളയുന്നൊരു ടീമല്ല ഞാൻ. പക്ഷേ എൻ്റെ കൂടിയിരുന്ന പാർട്ടികളൊക്കെ അതായിരുന്നു. പക്ഷേ ഞാനതല്ല. എൻ്റെ മോനെ എനിക്കായിട്ട് തന്നെ കിട്ടിയിരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ എന്നെ അറിയാവുന്ന മനുഷ്യരുണ്ട്, അവർ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്തില്ലെങ്കിൽ അവർക്ക് സത്യാവസ്ഥ അറിയാം. അത് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. അപ്പോൾ ഞാൻ അവൻ്റെ ഒരു കണ്ണ് വെച്ച് അയ്യോ എന്ന് വിളിക്കാതെ എൻ്റെ ഒരു ജീവിതം കടന്നു പോകത്തില്ല മുൻപോട്ട്. ഈ മനുഷ്യർ വിചാരിച്ചിരുന്ന കൊച്ചിനൊന്നും കൂടെ എന്താ പട്ടിണി കിട്ടിക്കൊല്ലുന്നോ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഫുൾ ചുമതല വഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ആൾക്ക് എന്താണ്, ഒരു അപ്പനും അമ്മയായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് യാതൊരു അപാകത അവൻ്റെ കാര്യത്തിൽ വരത്തില്ല. അവന് വേണ്ടിയാണ് എൻ്റെ ശരീരം ഞാൻ മെനക്കെടുത്തി, കാരണം ഡയറ്റ് നോക്കാതെ വളരെ പ്രോബ്ലം ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ അവനെ നോക്കുന്നു.
അപ്പോൾ ഈ പറയുന്ന മനുഷ്യർ ഇനിയും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണെങ്കിൽ അവരുടെ കയ്യിലങ്ങ് കൊണ്ട് കൊടുക്കുകയോ കൊച്ചിന് ബാഗും തൂക്കി അങ്ങ് കൊണ്ട് കൊടുക്കുന്ന നോക്ക്. നിങ്ങളെ കുട്ടികളോടിട്ട് നോക്കുകയോ നിങ്ങളുടെ പിള്ളേരോടിട്ട് നോക്കുകയോ എന്നാൽ ചെല്ല് എന്നങ്ങ് കൊണ്ട് കൊടുക്കത്തേ ഉള്ളൂ. ഇനി അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അവനവൻ്റെ കാര്യം നോക്കി അവനവനങ്ങ് ഇരുന്നാൽ മതി. അല്ലാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുട്ടിയാവുന്നതിന് മുമ്പ് ഒരൊറ്റ കുട്ടികളുടെ കാര്യം പോലും നിങ്ങൾ ഈ കൊച്ച് ശോഷിച്ചിരിക്കുന്നല്ലോ അങ്ങനെ ഇരിക്കുന്നല്ലോ ഒരിക്കലും പറയത്തില്ല. അവരുടെ കുടുംബ പാരമ്പര്യം അല്ലെങ്കിൽ കൊച്ചിൻ്റെ ശരീരപ്രകൃതി ഇതൊക്കെയാണ്. ഇതൊരു ഡോക്ടേഴ്സിനോട് ചോദിച്ചു നോക്ക്. ഞാൻ അങ്ങോട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോലും ഞാൻ അങ്ങോട്ട് കുഞ്ഞിൻ്റെ കാര്യം ഭയങ്കര പരാതിയായിട്ട് അയ്യോ ശോഷിച്ചിരിക്കുന്നതെന്നാണ് ആളുകൾ പറയുന്നത്. അപ്പം ഞാൻ കൊടുക്കുന്നുണ്ട് അവ എടുക്കുന്നത് അതറിയാം. കുട്ടികളുടെ സൈക്കോളജി ഈ ശ്വാസം ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. ഞാനൊരു ജോലിയുടെ ഇടയ്ക്ക് നിന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് അങ്ങനെ കണ്ടൻറ്റ് വീഡിയോ കൊച്ചൊന്ന് അടങ്ങിയപ്പോഴാണ് എനിക്ക് കണ്ടൻറ്റ് വീഡിയോ ഓടി ചെയ്യാൻ തോന്നിയത്. അതുകൊണ്ട് ഓടി പറയുകയാണ്, സഹകരിക്കണം കേട്ടോ. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. അവർ പലതും പറയും, അറിവില്ലാത്തവർ പലതും പറയും. അപ്പം നിങ്ങളുടെ കുട്ടി ഹെൽത്തിയാണ്, അവന് മറ്റ് പ്രോബ്ലംസ് ഒന്നും ഇപ്പോൾ തൽക്കാലമില്ല, ഓടിച്ചാടി നടക്കുന്നു, നല്ല കുരുത്തക്കേടുണ്ടെങ്കിൽ മറ്റ് പ്രശ്നങ്ങളില്ല, ദൈവം സഹായിച്ചെന്തോ. അപ്പം എനിക്കും എൻ്റെ ശരീരം ഇങ്ങനെ മെനക്കെടുത്തി നോക്കുന്നതുകൊണ്ട് എനിക്കും ശരീരത്തെക്കുറിച്ച് ഭയങ്കര ഇതായിരുന്നു. പക്ഷേ എനിക്ക് ഡയറ്റ് ഇല്ലായ്മയാൽ പ്രശ്നം വന്നതേ ഉള്ളൂ. അതെനിക്ക് തന്നെ മേക്കപ്പ് ചെയ്യാൻ പറ്റും, ഓക്കെ. പക്ഷേ അത് അവന് വേണ്ടി ഞാൻ ത്യജിച്ചതാണത്, കൊച്ചിന് വേണ്ടി. എനിക്ക് എൻ്റെ ശരീരം പോയാലും വേണ്ടിയില്ല, അവൻ റെഡിയാവണം. ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു വിഷയം.